ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ലീനിയർ ഇനീക്വാളിറ്റി സോൾവ് ചെയ്ത് അത് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞു പോർഷൻ ആണ്, ഒരു ചെറിയ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിനുവേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു നോക്കാം. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. എന്താണ് 7x + 3 > 5x + 9 എന്ന് പറയുന്ന ഈ ഒരു ലീനിയർ ഇനീക്വാളിറ്റി സോൾവ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇതിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സോൾവ് ചെയ്യുന്ന സമയത്ത് 7x - 5x, അതായത് നമ്മളുടെ വേരിയബിൾസ് ഒക്കെ ഒരു സൈഡിലേക്ക് വരും. <9 - 3 എന്ന് വരും. അപ്പം 2x < 6 എന്ന് വരും. അവിടെ നിന്ന് x < 6 / 2 x < 3 എന്ന് വന്നു. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ, x < 3. ഇനി ഇത് നമുക്കൊരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്പർ ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ നമ്പർ ലൈൻ വരച്ചു, 0 മാർക്ക് ചെയ്തു, 1 2 3 -1 -2 -3 ഇൻഫിനിറ്റി ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അതൊന്നും വേണമെന്നില്ല, വരച്ചു വെച്ചു. ഇനി നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ <3 ആണ്. ശ്രദ്ധിക്കണം, <3 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, <= എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു സർക്കിൾ വരച്ചാൽ മതി. ഇനി നേരെ മറിച്ച് <= 3 എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ സർക്കിൾ വരച്ചാൽ മാത്രം പോരാ, അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കളർ കൂടി കൊടുത്ത് ഡാർക്ക് ആക്കണം. ഓക്കെ, ഇത് വരുന്നത് <= മാത്രം, ഇത് വരുന്നത് <= ഈ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ എന്തെങ്കിലും <3 എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. <= ആയതുകൊണ്ട് ലെഫ്റ്റിലോട്ട് ലൈൻ വരയ്ക്കണം. x <3 കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതേപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക.